ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും. ഈ ഇരിക്കണേൽ ഇപ്പം നിക്കരിച്ചാത്ത ആരും വന്നിട്ടുണ്ടാവില്ല, ഒരിപ്പം ഇങ്ങോട്ട് വരൂലല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. ഇനി നമ്മളെന്താ ശ്രദ്ധിക്കാനുള്ളത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, എല്ലാവർക്കും ഒരു മുസാഫ് വേണം. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും. പെരേല് അവനാൻ്റെത് എന്ന് പറഞ്ഞിട്ടൊരു എന്നും ഓതൊക്കെയാണ് വേണ്ടത്. മിനിമം പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടായില്ല എന്ന് വിചാരിച്ചോളി. എന്നാൽ പോലും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം. രണ്ട്, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവല് അല്ലെങ്കിൽ ഒരു ടർക്കി എന്തെങ്കിലും ഒരു സാധനം, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായും എല്ലാവർക്കും വേണം. ഇടണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഇടണം എന്നല്ല, വേണം. ഒരു വെള്ളത്തുണി ഒരു വെള്ളക്കുപ്പായും. എന്തേ? ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാള വകഫിനൂ ഫിഹാ മൗതാകും. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണേക്ക് വെള്ള കുപ്പായുണ്ട്, നിസ്കാര കുപ്പായം. അതുകൊണ്ടാണ് ഓലോട് പറയാത്തത്. ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം. എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ മരിച്ചോടത്തേക്ക് പോകുമ്പോഴോ കല്യാണ നിശ്ചയത്തിന് പോകുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക. അങ്ങനെ എല്ലാവർക്കും വേണം. മൂന്നാമത്തെ കാര്യം, ഞാൻ അതിൻ്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു. തൊപ്പി ഇടണം എന്നല്ല കേട്ടോ, വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അരയിൽ വെച്ചാൽ നല്ലതാണ്. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്തുങ്ങാണ്ട് തലയിലിടുക. നിക്കരിച്ചുമ്പോഴും ഇടുക. നിക്കരിച്ചുമ്പോൾ തലമടച്ചാൽ ഒരു നിസ്കാരം 60 നിസ്കാരമായി കിട്ടും. വേറെ അഭിപ്രായത്തിൽ 70 നിസ്കാരമായി കിട്ടും. എന്തിനാ കിട്ടണേ കളയണേ? കിട്ടണേ കളയണ്ടല്ലോ. പള്ളിക്കൊക്കെ കയറിയാല് തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട്. അതെടുത്തുങ്ങാണ്ട് തലേ കൗത്തിയാൽ ഒരു നിസ്കാരം 70 നിസ്കാരമായി കിട്ടും. തലേക്കെട്ടിനാണത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. കിട്ടണ എന്തിനാ കളയുന്നേ? അതൊന്നും നമ്മൾ കൊണ്ടോണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഒരു തൊപ്പി എല്ലാവർക്കും വേണം. ഓരോ തൊപ്പി ഉള്ളവര് ഒരു തൊപ്പിയും കൂടി വാങ്ങണം. അപ്പൊ രണ്ടെണ്ണാവും. രണ്ടെണ്ണാവുമല്ലോ. രണ്ടെണ്ണം ഉള്ളവര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തമ്പള്ളിക്ക് പോകുമ്പോ വാങ്ങണം. അപ്പൊ എത്രണ്ണാവും? 3 ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. അങ്ങനെ. അപ്പൊ 1, ഒരു മുസാഫ് എല്ലാവർക്കും വേണം. 2, ഒരു കൂട്ട് വെള്ളത്തുണിയും കുപ്പായം എല്ലാവർക്കും വേണം. 3, ഒരു തസ്ബീഹ് മാല എല്ലാവർക്കും വേണം. കൊണ്ടിടക്കണം എന്നല്ലോ, ആണിമ തൂക്ക. പനിച്ചിങ്ങനെ വിറച്ചിട്ട് കിടക്കൂലേ, ആ സമയത്ത് ഏടി മാളെ ഇന്റെ ആ തസ്ബീഹ് ഇങ്ങോട്ട് എടുത്താന്ന് പറയണമെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് ആണുങ്ങൾക്കും വേണം പെണ്ണേക്കും വേണം. അവനാൻ്റെത് വെച്ചിട്ടൊരു തസ്ബീഹ് മാല, ഉരുണ്ട മണിയുള്ളത് വാങ്ങിക്കോളി. അതാണ് ചെല്ലാൻ സുഖം. പരന്ന മണിയുള്ളതും ഉണ്ടാവും, ഉരുണ്ട മണിയുള്ളതും ഉണ്ടാവും. ഉരുണ്ട മണിയാണ് ചെല്ലാൻ സുഖമുള്ളത്. ശ്രദ്ധിച്ചു വാങ്ങണേ. ബുദ്ധന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്, പിന്നെ ജൂതന്മാർക്കും തസ്ബീഹ് മാല ഉണ്ട്. അതില് 33, 33, 33, 99-ഉം 33 കഴിയണ 2 സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള 2-ഉം 99-ഉം 2-ഉം 101 മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. ബുദ്ധന്മാർക്കുണ്ട്, ജൂതന്മാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കും തസ്ബീഹ് മാല ഉണ്ട്. നമ്മൾ തന്നെ വാങ്ങണം തസ്ബീഹ് മാല. ഉരുണ്ട മണിയിൽ വല്ലാതെ അപകടത്തിൽ പെടൂല. അല്ലാത്തതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽപ്പെടും. എഴുത്തുള്ളതും അബദ്ധത്തിൽപ്പെടും. ചില തസ്ബീഹ് മാലമേ അള്ളാഹ് എന്നൊക്കെ എഴുതി കാണും, അതിലും അബദ്ധത്തിൽപ്പെടും.
അപ്പോൾ എഴുത്തൊന്നുമില്ലാത്ത ഉരുണ്ട മണിയുള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് 101 മണി, 33 ഒരടയാളം, 33 ഒരടയാളം, 33 അങ്ങനെ 99 2 101 മണിയുള്ള വാങ്ങാം. ആണിമ തൂക്ക കൊണ്ടിടുന്ന വളരെ ഉഷാറട്ടോ. പുറത്തേക്ക് എടുക്കണ്ട, പോക്കറ്റിലിട്ടാലും മതി, ബറക്കത്താണ്. വെറുതെ കീശയിലിട്ട് കൊണ്ടിരുന്നാലും മതി, സംഗതി ബറക്കത്താണ്. ബറക്കത്തിന്റെ എല്ലാ അടയാളങ്ങളെയും നോക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതാല്ലെങ്കിലും കീശയിൽ ഒരു പേനാക്കണം. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കീശയിൽ വെറുതെ ഒരു പേന വെക്കുക. എഴുതാനൊന്നും ഇല്ലെങ്കിലും വെക്കുക തന്നെ, അതൊരു ബറക്കത്താണ്. മഷിയിൽ ബറക്കത്തുണ്ട്. അങ്ങനെ ബറക്കത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കുക. എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഒതുണ്ടാക്കുക. രാത്രിയിലെ ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. കല്യാണ നിശ്ചയത്തിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയിട്ട് പോവുക. പെങ്ങളെ മോന്റെ നിക്കാഹിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടാക്കുക. മീൻ കച്ചവടത്തിന് പോവുകയാണ്, ഒതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ വിഷയങ്ങൾക്കും. ലോറി ഡ്രൈവറാണ്, പന്തൽ പണിക്കാരനാണ്, ക്യാമറക്കാരനാണ്. അവിടെ അങ്ങനെ കാണുന്നോണ്ട് പറയാട്ടോ, തല്ലാൻ വരും ചെയ്യരുത്. ഒരു ഒതുണ്ടാക്കിയാണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. സുബി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് ആ ഒളുവോട് കൂടെ വരിക അടുക്കളയ്ക്ക്, എന്നിട്ട് തീയൊടിപ്പിക്കുക. അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ, അഊദ് കൂടെ ഉണ്ടായിരിക്കണം. കാരണം അഗ്നി എന്നത് പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരിച്ചും പറയട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അഊദു ഉണ്ടായിരിക്കണം, ബിസ്മി മാത്രമായാൽ പോരാ. അപ്പോൾ ഒതുവോടുകൂടെ ഇങ്ങനെ വന്നിട്ട് ഗസ്റ്റ് വരുന്നുണ്ട്, വിരുന്നുകാർ. എന്നാ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓരോ ഒതുണ്ടാക്കിയാണ് ഉണ്ടാക്കന്നെ. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. അതന്നെ പ്രത്യേകത. ഹോട്ടലിൽ പൊറാട്ട വീശിയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് വീശിയാൽ തിന്നണതിന് അതിൻ്റെ ഗുണം കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ കടവ് റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ റോഡ് വികസനത്തിന് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്. അപ്പോൾ പിന്നെ നല്ല മീൽസ്, നാടൻ പിന്നെ മീൽസും മീൻകറിയാണ് പറഞ്ഞത്. അപ്പോൾ പ്ലേറ്റ് ഇതൊക്കെ ആദ്യം കൊണ്ടുവന്ന് വെച്ചെന്നിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ ചോറിട്ട് വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല കേട്ടോ, പതുക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. പിന്നെ വേറെ ഒരു രസമുണ്ടായി. ഞാനിതൊരിക്കൽ എവിടുന്നോ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു, ഓനും എൻ്റെ പെരക്കാരും കേട്ടു. ഞാൻ പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ, ആ ബിസ്മി നൽകുന്ന ഒരു ദഅവത്തുണ്ട്, ഒറ്റ ബിസ്മി നൽകുന്ന ഒരു മാറ്റം. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ബിസ്മി എപ്പോഴും ദായിമാക്കണം. എല്ലാ കാര്യത്തിനും ബിസ്മില്ല. ബിസ്മി നീട്ടിയിട്ടും ചുരുക്കിയിട്ടും ചെല്ലാം. ബിസ്മി നീട്ടി ചെല്ലാൻ പറ്റും, ചുരുക്കിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ല. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. നന്മ ഉടയ ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും ഒതുവോടുകൂടെ ഉണ്ടാകുക, ബിസ്മി എപ്പോഴും ദായിമാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ ദറജ. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുറക്കുമെന്നും പറഞ്ഞു. നമ്മളെ പള്ളിക്ക്, ജുമഅത്ത് പള്ളിക്ക് ഒതുണ്ടാക്കി കയറുന്ന ഹൗദിന്റെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡുമ്മേ നീല മഷിയിലൊരു ദുആ എഴുതിയിട്ടുണ്ട്. ഒതുണ്ടാക്കിയിട്ട് 2 കൈയും കണ്ണും ആകാശത്ത് കൊളുത്തിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ എന്ന ദുആ നടത്തിയാൽ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന സ്ഥാനാണ് സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാടി വിളിക്കുക എന്നുള്ളത്. വുളൂന്റെ ശബ്ദം ആയിരുന്നാ കിട്ടുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച് വലിയ ആബിദീങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ഒരു